ഹലോ നമസ്കാരം, ചന്ദ്രകണ്ഠ ടാരറ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ അമാവാസി ഓഗസ്റ്റ് മാസത്തിലെ അമാവാസി ദിനത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമാവാസി നടക്കുന്ന സോഡിയാക് സൈൻ എന്ന് പറയുന്നത് വിർഗോ ആണ്. ഓക്കെ, വിർഗോ എന്ന് പറയുമ്പോൾ എർത്ത് സൈൻ ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മെറ്റീരിയൽ തിങ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലെങ്കിൽ ആ മെറ്റീരിയൽ തിങ്സ് അല്ലെങ്കിൽ കരിയർ ഒക്കെ ആയിട്ടുള്ള അതിലൊക്കെയാണ് കൂടുതൽ മാറ്റങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു അമാവാസിയുടെ ആ ഒരു എനർജിയുടെ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അമാവാസികൾ എപ്പോഴും നമ്മൾ ഒരു ടാരോ പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ അമാവാസി എന്ന് പറയുമ്പോൾ പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് തമ്മിലുള്ള 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കുക. ബാക്കിയുള്ളതിനെ എന്താ പറയുക, തള്ളിക്കളയുക. ഓക്കെ, കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, പേഴ്സണലി നിങ്ങൾക്ക് എന്തൊക്കെ സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യേണ്ടതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ അമാവാസി ദിനത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്, ഓക്കെ, അല്ലെങ്കിൽ സന്ദേശങ്ങൾ. ഗൈഡൻസിനേക്കാൾ ഉപരി സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഈ അമാവാസി ദിനത്തിൽ യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, clarify the hanged man. നിങ്ങൾക്കൊരു സ്റ്റാഗ്നന്റ്, ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട്, അതായത് പ്രത്യേകിച്ചൊരു മാറ്റവും കാണുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഈ അമാവാസിക്ക് ശേഷം നിങ്ങൾക്കൊരു പുരോഗതി, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്കുള്ള മാറ്റം, അതിനായിട്ട് നിങ്ങൾക്കൊരു അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ, ആ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യുന്നതിലൂടെ ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ, ഈ ഒരു സ്റ്റാഗ്നന്റ് എനർജിയെ പിന്നിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയണേ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രസ്, ഒരു ഫോർവേഡ് മൂവ്മെന്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്, ആ മാനിഫെസ്റ്റേഷൻ ആണ് ഈ ഒരു റിയാലിറ്റിയിലേക്ക് ഈ അമാവാസി ദിനത്തിൽ വരുന്നത്. ഓക്കെ, കണ്ടോ, ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ അലൈൻമെന്റ് ആണ് നടക്കുന്നത് ഇവിടെ. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രത്യേകിച്ച് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കാം. ചിലപ്പോൾ ഈ സ്റ്റക്ക് എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു പ്രോഗ്രസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫോർവേഡ് മൂവ്മെന്റിന് അവസരം കിട്ടുന്നത് കേട്ടോ. അപ്പൊ അവസരം എന്നുകൊണ്ട് എന്താണ് പറയുന്നത് വെച്ചാൽ, ഇവിടെ ഡിസിഷൻ നിങ്ങളുടെയാണ്. ആ ഒരു മാറ്റം ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല. ആ ഒരു ഡിസിഷൻ നിങ്ങൾക്കൊരു ചോയ്സാണ് നിങ്ങൾക്ക് തരണേ. അപ്പൊ നിങ്ങൾ ആ ഒരു അവസരം യൂസ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രസ് ഉണ്ടാവുന്നു. അങ്ങനെ. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയേണ്ട സമയത്ത് അറിയും എന്ന് യൂണിവേഴ്സ് പറയുന്നു. അതായത് ഇപ്പൊ തന്നെ എല്ലാം അറിയണം, എന്താ ഏതാ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു ഹൈ പ്രീസ്റ്റേഴ്സ് അവിടെ ഒരു രഹസ്യ സ്വഭാവത്തിനെ കാണിക്കുന്നത്. അതായത് മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ തന്നെ റിവീൽ ചെയ്യാൻ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെതായ സമയത്ത് നടക്കുന്നതാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില വാർത്തകൾ, ഓക്കെ, ചില സംഭാഷണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു, നിങ്ങൾക്ക് സന്തോഷം തരുന്ന. ഓക്കെ, കുടുംബത്തിലെ പെട്ട ആരെങ്കിലുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, ഒരു വിവാഹം, ഒരു പ്രപ്പോസലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചായിരിക്കാം എന്ന് കാണുന്നുണ്ട്. കാത്തിരുന്നത് എന്ന് കാണുന്നു, അതായത് ഇത് നടക്കണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് വൈകി വന്ന ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഒരു തുടക്കമാണ്, അതായത് ഒരു സീരിയസ് ലോങ് ടേം ചാപ്റ്ററിന്റെ തുടക്കമാണ്. അത് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ കടക്കുന്നതാകാം. അതിപ്പോ നിങ്ങൾ ഇനി അറേഞ്ച് മാരേജ് നോക്കുന്നെങ്കിൽ ആ ഒരു നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പ്രപ്പോസൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു
വിവാഹം അതിലേക്ക് കടക്കുന്നു. ആ വിവാഹത്തിന്റെ കല്യാണ നിശ്ചയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു അമാവാസിക്ക് ശേഷം സാധ്യത കാണുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല ഇപ്പൊ ജോലിയിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു എന്താ പറയണ്ട ഒരു കരിയറിൽ ഏത് തരത്തിലുള്ള ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഏത് തരത്തിലുള്ള സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തയായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്താ പറയണ്ടേ, ആ നഷ്ടങ്ങൾക്ക് പകരം യൂണിവേഴ്സ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ആ കിട്ടാതെ പോയതിൽ ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അതിനേക്കാൾ നല്ലതാണ് നിങ്ങൾക്കായിട്ട് കരുതിയിട്ടുള്ളത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു നടക്കാതെ പോയതിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തണം. ഓക്കെ, അതിനേക്കാൾ നല്ലതാണ് എനിക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ കൂടെ ഏസ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. യെസ്, ലൈഫിൽ ഒരു മാറ്റം, ഒരു ബ്രേക്ക് ത്രൂ എനർജിയാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട ഒരു മാറ്റമാണ്, മനസ്സിലായോ? ഇത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു മാറ്റമാണ്. അത് സംഭവിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുന്നത്, നിങ്ങളുടെ ലൈഫ് വളരെയധികം ഓർഗനൈസ്ഡ് ആകുന്നു, നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നു, നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ മാറ്റം തന്നെയാണ്. നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഗ്ലോ അപ്പ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് നിങ്ങളൊരു വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ അമാവാസിക്ക് ശേഷം ആ വിവാഹത്തിൽ ഒരു തീരുമാനമാകുന്നത് കാണുന്നുണ്ട് കേട്ടോ. അത് ആ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നു. ഞാൻ കേൾക്കുന്നത് അടുത്ത അമാവാസിക്ക് മുൻപ് എന്നാണ്. ഓക്കെ, അതിനൊരു സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങളൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, അവരെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സീരിയസ് ആയി സംസാരിക്കാനോ വേണ്ട അടുത്ത സ്റ്റെപ്സ് എടുക്കാൻ അവർ തയ്യാറാകുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇനി സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അലൈൻമെന്റ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടാൻ ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ആ വ്യക്തി ആരാണ് നിങ്ങൾ തിരിച്ചറിയാൻ ഒരു സാധ്യത, ഇതൊക്കെ ഇതിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഉള്ള റീഡിംഗ്. ഇതാണ് നിങ്ങളോട് അറിയിക്കാൻ യൂണിവേഴ്സ് ഈ ഒരു അമാവാസി ദിനത്തിൽ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗ്രൂപ്പ് 1 നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ അമാവാസി ദിനത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ അമാവാസി ദിനത്തിൽ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിനോട് യൂണിവേഴ്സിന് നൽകാനുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ നമുക്ക് 6 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വലിയ വിജയം, അതായത് പബ്ലിക് റെക്കഗ്നേഷൻ, മറ്റുള്ള അംഗീകാരത്തോടു കൂടിയുള്ള ഒരു വിജയം. ചെറിയൊരു വിജയമല്ല, അതെ, കാര്യമായൊരു വിജയമാണ്. കാരണം നമുക്ക് കിങ് ഓഫ് വാൻഡ്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജോലിയിൽ പ്രൊമോഷൻ ആക്കുക, ഞാൻ ജോബ് പ്രൊമോഷൻ എന്നാണ് എടുത്ത വഴിക്ക് കേട്ടത്. അപ്പൊ നിങ്ങൾ ജോബ് പ്രൊമോഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ അമാവാസിക്ക് ശേഷം ആ ജോബ് പ്രൊമോഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ജോലിയുമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാകുന്നുണ്ട് ജോലി സംബന്ധമായിട്ട്. ഓക്കെ, അത് എടുത്ത് കേൾക്കുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത ഈ അമാവാസിക്ക് ശേഷം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, യെസ്, ഇതൊരുപാട് ബാലൻസ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. കാരണം ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അതുപോലെ അത് നിങ്ങൾക്ക് ന്യായമായി സംഭവിച്ചൊരു കാര്യമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു പൂർണ്ണ ബോധ്യമുള്ള ഒരു കാര്യമാണെന്നും കൂടെ കാണുന്നു. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. 6 ഓഫ് വാൻഡ്സും സ്റ്റാർ കാർഡും രണ്ടും ഒരേ എനർജിയാണ് പറയുന്നത്. പബ്ലിക് റെക്കഗ്നീഷൻ, അതായത് ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു എനർജി. ഓക്കെ,
ആ ഒരു എനർജിയാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. അത് നിങ്ങൾ ഏത് കാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. കരിയർ ആയിട്ടാണ് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു സോഴ്സ് അത് ഏതാണെങ്കിലും കരിയറിലാണെങ്കിലും ചിലപ്പോൾ അത് സൈഡ് ഹസിൽ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം. അതില് നിങ്ങൾക്കൊരു വലിയ വിജയം, ഒരു വലിയ നേട്ടം, അവിടെ നിങ്ങൾ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആ ലൈം ലൈറ്റിൽ നിൽക്കുന്ന തരത്തിലൊരു വിജയം എന്ന് പറഞ്ഞാൽ ചെറുതല്ല അല്ലെ. അതാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, അതാണ് സംഭവിക്കുന്നത്. അതിനൊരു സാധ്യത ഉണ്ട്. അപ്പൊ യൂണിവേഴ്സ് അറിയിക്കുകയാണ്, അതിന് തയ്യാറാകാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇത് നിങ്ങളുടെ ഭാഗ്യമല്ല. ഓക്കെ, ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ട്. ചില ആളുകളിൽ പക്ഷെ ഭാഗ്യം കൊണ്ട് കിട്ടി എന്നുള്ളൊരു തോന്നലുള്ളിൽ ചിലപ്പോൾ ഉണ്ടാവാം. അത് പാടില്ല എന്ന് പറയണം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അതിലൊരു പൂർണ്ണ വിശ്വാസം ഉണ്ട് നടക്കും എന്നുള്ളത്. ഓക്കെ, ആ ഒരു വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് നിങ്ങൾ ആ ഒരു അത് നിങ്ങളുടെ ഒരു ലക്ഷ്യമായിരിക്കാം. ഈ ഒരു ലൈം ലൈറ്റ് എനർജിയിൽ എത്തുക, ഈ ഒരു വലിയ വിജയം നേടുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങൾ എപ്പോഴും വളരെ പോസിറ്റീവായി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്കൊരു വലിയ ഗുഡ് ന്യൂസ് തന്നെയാണ് ഈ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങളെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമാകാനൊക്കെ നിങ്ങളെ ക്ഷണിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു പൊസിഷൻ, ഒരു പവർഫുൾ പൊസിഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾ ഹെൽത്തി ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇത് എന്താ പറയുക, ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചില പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരുപാട് നിങ്ങൾ അതിന് ഹാർഡ് വർക്ക് ചെയ്ത്, പക്ഷെ നിങ്ങൾ കുറച്ചധികം നാൾ വേണമെങ്കിൽ ഇതിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഇനീഷ്യേറ്റ് ആണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ഈശ്വരനെ വിശ്വസിച്ചിട്ടുണ്ട്, ആ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. അത് നിങ്ങളൊരു പവർഫുൾ പൊസിഷനിലാണ് എത്തിക്കുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളോട് അതേ സമയം പറയുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഈ ഒരു സമയത്ത്. ഓക്കെ, അതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇതിൽ ഒബ്സസ്ഡ് ആയി പോകരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ലൈം ലൈറ്റ് എനർജിയിലൊക്കെ വരുമ്പോൾ അതിലങ്ങ് ഒബ്സസ്ഡ് ആയി അതിലങ്ങ് മതിമറന്ന് പോകാൻ പാടില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. മാത്രല്ല ഈ ഒരു വിജയം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ് എന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്നും കൂടെ കാണുന്നു. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിലാണെങ്കിൽ കരിയറിൽ കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ അതിലൊരു സ്റ്റെബിലിറ്റി, ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സൈഡ് ഹസിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതിലൂടെ ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുകയാണെന്നാണ് ഞാൻ കാണുന്നത്. അതിനുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഒരു ബിസിനസ് ഐഡിയ, ഇപ്പൊ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് അത് തുടങ്ങാൻ ഒരു മടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇതൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കൂ. നിങ്ങൾ ധൈര്യമായിട്ട് അത് തുടങ്ങുക, അതിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഓക്കെ, അതിൽ എന്തായാലും നിങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ആണ് ഈ റീഡിങ്ങിലൂടെ ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യണം നിങ്ങൾ റീഡിങ്സ്. ഓക്കെ, പിന്നെ വേൾഡ് കാർഡാണ് കിട്ടുന്നത്. ഇതിലൂടെ നിങ്ങൾ ഒരു പുതിയ ഒരു അവസ്ഥയിലേക്ക് ആകുന്നു, പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട്, ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് തന്നെയാണ്, കാര്യമായ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്, ഒരു സംശയമില്ല. നിങ്ങളിത് ആഗ്രഹിച്ചതാണ്. ഓക്കെ, നിങ്ങളിത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അപ്പൊ ഇത് നടക്കുമ്പോൾ നിങ്ങളോട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആകാൻ പറയുന്നു, ഹാപ്പി ആകാൻ പറയുന്നു. ഓക്കെ, അത്രയും അധികം സന്തോഷിക്കുക. കാരണം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് അല്ലെ, ആഗ്രഹിച്ച അതിനു വേണ്ടി അധ്വാനിച്ച് നേടിയെടുത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അത്രമേൽ സന്തോഷിക്കണം, അത് ആഘോഷിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരും മൊത്തം അത് ആഘോഷിക്കാൻ നിങ്ങളോട് പറയുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന റിവാർഡ് ആണെന്നും കൂടെ മനസ്സിലാക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കാണിക്കുന്നതായിരിക്കില്ലേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, പക്ഷെ അതൊക്കെ യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്, യൂണിവേഴ്സ് അത് അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള റിവാർഡ് ആയിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ അമാവാസിയിൽ നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ഈ റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം.
ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് ചന്ദ്രകല ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ സ്വീകരിക്കുന്നതല്ല കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ അമാവാസ്യ ദിനത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഈ ഓഗസ്റ്റ് മാസത്തിലെ അമാവാസ്യ ദിനത്തിൽ യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓഗസ്റ്റ് മാസത്തിലെ അമാവാസ്യ ദിനവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സ് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് അല്ല, സന്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് 10 ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത്. സന്തോഷത്തിന്റെ ഒരു കാര്യം പറയണു, സംതൃപ്തിയുടെ ഒരു കാര്യം പറയണു, പ്രത്യേകിച്ച് കുടുംബത്തിലാണ്. ഓക്കെ, അപ്പോൾ കുടുംബത്തിലെ ഒരു സന്തോഷത്തിന്റെ ഒരു തുടക്കം നമുക്ക് കാണാം. ഓക്കെ, ഒരു സന്തോഷം നിറഞ്ഞൊരു സമയം വരുന്നതായിട്ട് കാണുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു സമയം. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇത്തരത്തിലൊരു സമയം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഓക്കെ, സംശയമില്ല ആ കാര്യത്തിൽ. സൺ കാർഡാണ് നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ളത്. യെസ്, ഇത് കുറേ നാൾ കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവുന്ന ഒരു വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ഒരു വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല ഇതൊരു അച്ചീവ്മെന്റ് ആണെന്ന് കാണുന്നുണ്ട്. അതായത് ഒരു സക്സസ്. ഓക്കെ, അതെ, അച്ചീവ്മെന്റ് തന്നെയാണ്. കണ്ടോ, ആഗ്രഹ സഫലീകരണമാണ് കാണുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ഫലം കൂടിയാണെന്നും കൂടെ കേൾക്കുന്നു. അപ്പൊ നിങ്ങൾ അത്രമേൽ യൂണിവേഴ്സിൽ വിശ്വസിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്. അതിലാണ് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് അല്ലെങ്കിൽ അതിന്റെ ഫലം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ സഫലീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. ഓൺലൈൻ ത്രൂ ആവാം നിങ്ങളുടെ ഈ ഒരു ആഗ്രഹ സഫലീകരണത്തിന്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ജോലിയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ജോലി ഇല്ലാത്ത ആളാണ് ജോലിക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഇതൊരു ഹീലിംഗ്, നിങ്ങൾക്കൊരു ഹീലിംഗ് കൊണ്ടുവരുന്നുണ്ട്. ഹീലിംഗ് ഇൻ ദ സെൻസ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ബിലീഫ്സിനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കണ്ടു, യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സറണ്ടർ ചെയ്ത് ഒരു പുതിയ വ്യക്തിയെ ഞെക്കണേ. അതായത് ആ ഒരു പുതിയ വേർഷനിലേക്ക് നിങ്ങൾ മാറും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല മാറ്റം ഉണ്ടാവുന്നത്, നിങ്ങളുടെ മെറ്റീരിയൽ തിങ്സിൽ മാത്രമല്ല മാറ്റം ഉണ്ടാവുന്നത്, നിങ്ങളെന്ന വ്യക്തിക്കും ഒരു മാറ്റം ഉണ്ടാവുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് റിലീസ്ഡ് ആകാണ് ഈ ഒരു കാര്യം കൊണ്ട്, ഈ ഒരു ആഗ്രഹം സബലീകരിക്കുന്നത് വഴി. ഓക്കെ, അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു ഫുൾ എനർജിയിലേക്ക് കിടക്കാണ്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസ്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഇല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതൊക്കെ മാറി മറിയുന്നതാണ് പറയുന്നത്. ഈ ഒരു അമാവാസിക്ക് ശേഷം നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറുന്നു. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ ചില തെറ്റിദ്ധാരണകളിൽ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അത് നിങ്ങൾ തീർച്ചയായും ആഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫ്രഷ് സ്റ്റാർട്ട് ചിലർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം കേട്ടോ, അതും സാധ്യതയുണ്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുന്നതാകാം. ചിലർക്ക് ഇത് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ, ഒരു വിജയം, ഒരു നേട്ടം അങ്ങനെയും ആകാം. ഓക്കെ, എന്തായാലും ഒരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. അതായത്
അടുത്തത് എന്താണ് ചെയ്യേണ്ടത്. ഈ ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് മാറുന്നതിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നേടിയെടുക്കുന്നതിന് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫുൾ പ്രൂഫ് ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടാന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്ക് കാണുന്നത്. ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നതിലൂടെ അത് വെച്ച് നിങ്ങൾ ആ ക്ലാരിറ്റി നിങ്ങൾ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന ആ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്ത് നെക്സ്റ്റ് ആക്ഷൻ എന്താണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിസിഷൻ എന്താണോ നിങ്ങൾ എടുക്കേണ്ടത് അതുപോലെ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയണ്ടേ പ്രശ്നങ്ങളിൽ നിന്ന്, ഓക്കെ, സാമ്പത്തികമായിരിക്കാം, ഇനി ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ഓക്കെ, അതിനൊരു അവസാനം ഉണ്ടാവണം. ആ ഒരു ഫൈനാൻഷ്യൽ സ്കേഴ്സിറ്റി മാറി ഫൈനാൻഷ്യൽ അബണ്ടൻസ്, വെൽത്ത് ക്രിയേഷനിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ആ ഒരു ഷിഫ്റ്റ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഒന്നുകിൽ നിങ്ങൾ ഇതിനായിട്ട് ഓൾറെഡി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അതിനായിട്ട് ഇങ്ങനെ പരിശ്രമിക്കുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുകയാണ് ഈ അമാവാസിക്ക് ശേഷം, ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ സ്കേഴ്സിറ്റിയിൽ നിന്ന് മാറുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരുന്നതിനും നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാണ്, ഓക്കെ. അവിടെ നിങ്ങൾക്ക് പിന്നെ സംശയമൊന്നുമില്ല, അങ്ങനെയാവും ഉദ്ദേശിച്ചെങ്ങനെ ഇല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ സംശയങ്ങളേ ഇല്ല. നിങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്യുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസരം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കാം, ഏതെങ്കിലും വ്യക്തിയിലൂടെ ആയിരിക്കാം ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഒരു സഹായം ഉണ്ടായിരിക്കാം, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതിലൂടെയാണ് ഈ ഒരു മാറ്റം കാണുന്നത്, ഓക്കെ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു മാറ്റമാണ്, പെട്ടെന്നാണ് ചിലപ്പോൾ ഈ മാറ്റത്തിന് പെട്ടെന്നാണ് സംഭവിക്കാന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു മാറ്റമാണ്. അപ്പൊ ആ ഒരു പെട്ടെന്നാണെങ്കിലും അത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറയുന്നു, ഓക്കെ. സഡൻ ഷിഫ്റ്റ് അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ, പെട്ടെന്നുള്ള മാറ്റം. പക്ഷെ ഇത് അപ്പൊ നിങ്ങളോട് എടുത്ത് പറയാണ്, സഡൻ ആയിരിക്കും, പെട്ടെന്നായിരിക്കും സംഭവിക്കാൻ സാധ്യത. പക്ഷെ നിങ്ങൾക്കത് നല്ല മാറ്റമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത്രയും എന്താ പറയാ, നിങ്ങൾ ഹാപ്പി ആയിട്ട് ആ ഒരു ഷിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നു, അത് അനുഭവിക്കാനായിട്ട് പറയുന്നു, ഓക്കെ. ഇതാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം, ഈ അമാവാസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശം, ഓക്കെ. റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഒപ്പം ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിലോ വേറൊരു വിഷയത്തിലെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.